ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും കയ്പില്ലാതെ നല്ല നാടൻ രീതിയിൽ പാവക്ക തീയൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റിയായ പാവക്ക തീയലത്, ഒട്ടും തന്നെ കയ്പില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പാവക്ക തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ പാവക്ക തീയൽ ഉണ്ടാക്കാനായിട്ട് ഒരു പാവക്കയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാവക്ക ഞാൻ പുളിവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് നേരം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കയ്പ്പ് കുറഞ്ഞ് കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാവക്ക തീയൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 5 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ അതിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലുള്ളതാണ് കുറവുള്ളതാണ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് എരിവ് കൂടുതലുള്ളതാണ് 2 ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഈ അരപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയതിന് ശേഷം നമുക്ക് ചെറിയുള്ളി 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പാവക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വാടി വരണം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. നന്നായി ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം പുളി ഉണ്ടെന്ന് നമുക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് അറിയാം. അപ്പോൾ പുളി ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ പുളിയിൽ കടന്ന് വേണം കേട്ടോ, ഈ പുളിവെള്ളത്തിൽ കടന്ന് വേണം ഈ കയ്പ്പൊക്കെ വെന്ത് വരാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കയ്പ്പങ്ങൻ്റെ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇതാ നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞത് വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. വേവിച്ചെടുക്കണം. അതാണ് അതിൻ്റെ പാകം. മുകൾ ഭാഗത്ത് എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് തീയലിൻ്റെ ടേസ്റ്റ്. അതുപോലെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായി ടേസ്റ്റ്, ഒട്ടും കയ്പില്ലാത്ത അടിപൊളിയായിട്ടുള്ള പാവക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.